ആവും സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ. പിന്നെ ഇതിനാലെ കുടുങ്ങണ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. കുടുങ്ങാതെ നോക്കും വേണം, അത് വേറെ കാര്യം. ഇതിൽ തന്നെ പെട്ട് പോകുന്ന കുറേ ആൾക്കാരുണ്ട്. ഇത്ര ആൾക്കാരെ വീഡിയോസ് നിങ്ങൾ കാണലുണ്ട്. അപ്പം അങ്ങനെ ഇപ്പോൾ ഒന്നും വേണ്ട നമ്മളെ ഇൻസ്റ്റഗ്രാം നല്ല സാധനമാണ്. പക്ഷെ കേടരാനത് മതി. ഇൻസ്റ്റഗ്രാമിൽ അതിൽ വരുന്ന മെസ്സേജും കോളും ഞാനൊന്നും അറ്റൻഡ് ചെയ്യാറേ ഇല്ല, മെസ്സേജുകളൊന്നും നോക്കാറേ ഇല്ല. ആകെ ഒരു പണി മാത്രമേ ഉള്ളൂ, വെട്ടിങ്ങ പോടാ അവിടുന്ന്. ആകെ ഒരു പണി മാത്രം. വരണോട് കുഞ്ചമ്മാനോട് അതിന് വെട്ടി വീങ്ങാനിപ്പോൾ നോമ്പല്ലേ, രാവിലെ ഇല്ല, ഉച്ചക്കില്ല, 4 മണിക്കില്ല. ഇപ്പോൾ വൈകുന്നേരം മഗ്‌രിബിനും അത്താഴത്തിനാണ് കാര്യമായിട്ട് വെട്ടി വീങ്ങൽ. ഇതറിയുന്നുണ്ട്. പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങൾ? 10 ദിവസം 2 പത്തൽ വരത്തിയിടണമെന്ന്. ഇന്നലെ ദോശ ഇട്ട് കൊടുത്തു. ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഓൻ കഴിക്കും. ഇപ്പം ഇന്ന് 10 2 പരത്തിയിട്ട് കൊടുത്താൽ ഓള് കഴിക്കൊന്നുമില്ല. ഓനെ കൊണ്ട് തന്നെ തീറ്റിച്ചണം. ഓൾക്ക് ഇവിടുന്ന് ചായ മതി. ബാക്കി അവിടെ ചെന്നിട്ട് ഉമ്മാൻ്റെ അടുത്ത് നിന്ന് നല്ല ചുട്ട പത്തിരിയൊക്കെ ഉണ്ടാവുമല്ലേ, നമ്മളൊക്കെ തിന്നീനെ അങ്ങനെയല്ലേ. നോമ്പാവുന്ന സമയത്തേ തലേന്നത്തെ ചായ കുടിച്ച കടിയില്ലെങ്കിൽ തിന്നൂല്ല, ഉണ്ടാക്കി തരുമില്ല. പണ്ടിലെ കാലത്ത് അങ്ങനെയാണ് നോമ്പിൽ. അതേപോലെ നോമ്പറക്കലൊക്കെ ഉണ്ടായാൽ പിറ്റേ ദിവസം നോമ്പ് നോൽക്കൂല. അങ്ങനത്തെ ആൾക്കാരുണ്ടായിനോ? ചെറിയ കുട്ടികളാകുമ്പോഴേ നോമ്പറക്കലുണ്ടാവും. നോമ്പ് തുറ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം അതിൻ്റെ മാറി നോമ്പ് നോൽക്കണത് കുറേ സാധനം ബാക്കിയുണ്ട്. പിന്നെ കുറേ ബാക്കിയാവില്ല, അതൊന്നും തിന്നാൻ ആളില്ലല്ലോ. ആകെ ഒരു പണി. പിന്നെന്താ അനിലേട്ട് രാവിലെ പണിയൊന്നും ഇല്ലെങ്കിൽ പോയി അരക്കി കുളിക്കും. എത്ര മനസ്സാ. അതെല്ലാം ഇനിയിപ്പോൾ സ്കൂളിട്ട് വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങളിൽ പെടുത്തയാണ് തിരുമ്പലൊക്കെ. ഇപ്പം ഞാൻ ഇന്നലെ തിരുമ്പിയതിന് തോരയിടാനുണ്ട്. അത് തോരയിടും കുറച്ച് കഴിഞ്ഞിട്ട്. വാഷിംഗ് മെഷീനിലാണ് രാത്രി തിരുമ്പിയതാ. ഇനി പാറിയിട്ട് കണ്ടാൽ പോയി പിന്നെ വന്നിട്ടേ ഇളക്കുള്ളൂ. നിങ്ങൾക്ക് പോവാനായിക്കോണി, പോയിക്കോളി. എന്നെ കുളിപ്പിച്ചാൻ പറഞ്ഞേക്കാം. നിങ്ങൾക്ക് ഫാത്തിമാൻ്റെ സ്വഭാവം കിട്ടിക്കോ. ഫാത്തിമാക്ക് ഒരു സ്വഭാവം ഉണ്ട്. ഇതിൽ വലിയൊരു ഫാത്തിമ എന്നുള്ള ഐഡിയ ഇല്ല ഒരാൾ. താത്ത ബാർബർ ഷോപ്പ് ഉണ്ട് അവിടെ വെച്ച് കണ്ട. അയാളൊന്നും ഇപ്പോൾ കാണില്ല, നോമ്പായിട്ടാ തോന്നുന്നു. നന്നായി ഉള്ളൂ. ശരി, ഓക്കേ. അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടത്തെ കാലം. ഇന്നത്തെ കാലത്ത് എത്രയോ മാറ്റങ്ങൾ. ഇനി വരും കാലത്ത് അതിലും പോയി വരാം. ഓക്കേ, ബൈ, സി യു. തിന്നാൻ ആളില്ല എങ്കിൽ കുറച്ച് ഇങ്ങോട്ട് പാർസൽ കടയിൽ പോകണം. ഓക്കെ ഓക്കെ ഓക്കെ. ഇത്ര നേരത്തെ കട തുറക്കും? 7 മണിക്ക്. നോമ്പായിട്ടാ? നീയും ഞാനും കണ്ടാക്കിനാവിൻ്റെ അനുരാഗത്തോന്നി നമ്മളെ നൗഫലിൻ്റെ സിനിമ പാടിയ പാട്ടാണ്. അത് എന്നെ വല്ലാതെ എൻ്റെ മൈ ഫേവറേറ്റ് സോങ്. എൻ്റെ അധിക വീഡിയോയിൽ ഞാൻ ഇച്ചിനെങ്കിലും ഉൾപ്പെടുത്തി. എനിക്കിഷ്ടമാണ് ആ പാട്ട്. എൻ്റെ അധിക വീഡിയോസിലുണ്ടാവും ഒരു പാട്ട്. ആ ഇച്ചിനെങ്കിലും ഒരു തലക്കെങ്കിലും കൊടുക്കും. ഉമ്മയും മോനും ഇല്ലേ, മൈ ഫേവറേറ്റ് ചാനൽ. പിന്നെ ജാസി ആഷിഖ്, അതൊക്കെ വീഡിയോ കാണലുണ്ട് കേട്ടോ. ഒഴിവ് കിട്ടുന്ന സമയത്തെല്ലാം ഓരോ വീഡിയോസൊക്കെ കാണാറുണ്ട്. പിന്നെ വേറെ ഏതൊക്കെ വിശേഷങ്ങൾ? 4 ആളുണ്ടാ? 4 ആളൊന്ന് ലൈക്ക് അടിച്ച് തരുമോ മനുഷ്യന്മാരെ? 15 മനുഷ്യന്മാരെ ഒന്നങ്ങ് ലൈക്ക് അടിച്ച്. ഇവിടെ 5 മണിക്ക് ഞാൻ കട തുറന്നു. എത്ര നേരത്തെ പോയിട്ടോ? അതെന്താ ഹോട്ടലാണോ? ഇന്നെ പറഞ്ഞ് വെട്ടി വിങ്ങാൻ പോകുന്നുണ്ടോ 5 മണിക്ക്? 4 ആളുണ്ട്. ഒരു 4 ലേക്കും കൂടി പോകുന്നുണ്ട്. അറിയാത്ത പുതിയ ന്യൂ മെമ്പർമാരാണെങ്കിൽ 4 ലേക്ക് പോകുന്നുണ്ട്. ഓൾറെഡി ഉള്ളതാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ലേക്ക് അടിച്ചാൽ പിന്നെ പറ്റൂലല്ലോ. ഒറ്റ വട്ടല്ലേ ലേക്ക് അടിച്ചാൻ പറ്റുള്ളൂ.